Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പെയിന്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിവ്യൂവും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ഞാൻ ക്യാൻവാസ് വാങ്ങിച്ചത്. ഒരു അത്യാവശ്യം വലിയ ക്യാൻവാസാണ്, 24x36 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് ക്യാൻവാസ് വിത്ത് വുഡൻ ഫ്രെയിം ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സൈസും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 1490 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ വില. ഇതിൻ്റെ കൂടെ 2 ക്യാൻവാസ് ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫോയിൽ ലീഫ് ഷീറ്റുകളാണ്. അത് മെറ്റാലിക് കളേഴ്സ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും കോപ്പറൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതിലൊരു 15 എണ്ണം, ഓരോ കളറും 15 എണ്ണം വീതം ഉണ്ടായിരുന്നു. ഒരു 6x6 ഇഞ്ചസ് ഉള്ള സൈസിലാണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രൈസ് വരുന്നത് 299 ആണ്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ 2 സാധനങ്ങളാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് പോയി വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് പെയിന്റിങ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം അബ്സ്ട്രാക്ട് പെയിന്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെയിന്റിങ്ങിനായിട്ട് ഉപയോഗിച്ചത് സ്പ്രേ പെയിന്റ് ആണ്. അപ്പോൾ സ്പ്രേ പെയിന്റ് ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഒരു പകുതി ഭാഗം ഞാൻ സ്പ്രേ പെയിന്റ് വെച്ച് ചെയ്ത്, പക്ഷെ ഞാൻ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി അതിൽ കിട്ടിയില്ല. പിന്നെ ഞാൻ എടുത്തത് ആക്രിലിക് പെയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്രിലിക് പെയിന്റ് തന്നെ ഡയറക്റ്റ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ബ്ലൂവും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ തീമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ തീമിൽ വേണമെങ്കിലും ഈ ഒരു അബ്സ്ട്രാക്ട് ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കാം, ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കാം. ഞാനിവിടെ ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഈ ക്യാൻവാസിൻ്റെ അറ്റത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്. ബ്ലൂവും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ലൈറ്റ് ബ്ലൂവും അതുപോലെ വൈറ്റും, ഈ 2 കളറും കൂടിയിട്ടാണ് പിന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്കായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ നന്നായി ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരണം താഴോട്ടായിട്ട്. ഇവിടെ നമുക്ക് കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സ്പോഞ്ചോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ക്യാൻവാസ് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഞാൻ ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്കാണ് ഇങ്ങനെ വരുന്നത്. അതേ ഒരു തീമിലായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലഷ് ടിൻറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷനിലാണ്. ഇപ്പം നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഒരു ലുക്ക് കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് തോന്നും, അതുകൊണ്ടാണ്. എന്നിട്ട് സ്പോഞ്ചൊക്കെ വെച്ച് നന്നായിട്ട് ഇതായി കൊടുക്കാം. പിന്നെ നമ്മൾ താഴെ ഭാഗത്തും കൂടി കുറച്ചും കൂടി അത് ലൈറ്റ് വൈറ്റും ലൈറ്റ് ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് താഴോട്ടും കൂടി കളർ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ താഴെ ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ പെയിന്റിങ് താഴോട്ടും കൂടി കുറച്ച് ഫുള്ളായിട്ട് ഒരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഗോൾഡും സിൽവർ ലീഫ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മോഡ് പോഡ്ജ് ആണ്. മോഡ് പോഡ്ജ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്, ഈ ഗോൾഡൻ ലീഫും സിൽവർ ലീഫും ഒക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ്, ഞാൻ ഓൾമോസ്റ്റ് ഈ സെൻറ്ററിലാണ് ഈ ലീഫുകൾ ഒട്ടിക്കാൻ പോകുന്നത്. ഈ മെറ്റാലിക് ഫോയിൽ ഷീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് അത് സ്റ്റിക്കായിരിക്കും. അപ്പോൾ ലീഫ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം.
ഞാനിവിടെ ഗോൾഡും സിൽവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഗോൾഡ് മാത്രം ചെയ്യാം, സിൽവർ മാത്രം ചെയ്യാം, മേലെന്ന് താഴോട്ട് ചെയ്യാം. ഞാനിവിടെ സെൻട്രലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ സിമ്പിളാണ്, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.